Hello students, ഈ വീഡിയോയിൽ മെക്കാനിക്കൽ വൈബ്രേഷൻസ് എന്നുള്ള മൊഡ്യൂളിലെ ഫോഴ്സ്ഡ് വൈബ്രേഷനായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, എ വെയിറ്റ് ഓഫ് 50 ന്യൂട്ടൺ ഈസ് സസ്പെൻഡഡ് ഫ്രം എ സ്പ്രിംഗ് ഓഫ് സ്റ്റിഫ്നെസ് 5 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ ആൻഡ് ഈസ് സബ്ജക്റ്റഡ് ടു ഹാർമോണിക് ഫോഴ്സ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് 40 ന്യൂട്ടൺ ആൻഡ് ഫ്രീക്വൻസി ഓഫ് 4 ഹെർട്സ്. ഫൈൻഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് റെസ്പോൺസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റെസൊണൻസ്. അപ്പോൾ ഇവിടെ ഇതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷനായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. അതെങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ, ഇവിടെ ഒരു എക്സ്റ്റേണൽ ഹാർമോണിക് ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റയിൽ നിന്നും ഇവിടെ ഇതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷനായിട്ടുള്ള ബന്ധപ്പെട്ട പ്രോബ്ലമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ഗിവൺ ഡാറ്റാസ് എഴുതാം. ഇവിടെ വെയിറ്റ് തന്നിട്ടുണ്ട് 50 ന്യൂട്ടൺ. നമുക്ക് മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി 9.81 വെച്ച് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. മാസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 9.81, ദാറ്റ് ഈസ് ഈക്വൽ ടു 5.097 കിലോഗ്രാം. ഇനി ഒരു സ്പ്രിംഗ് ഉണ്ട്, അതിൻ്റെ സ്റ്റിഫ്നെസ് വാല്യൂ തന്നിട്ടുണ്ട്, കെ ആണ്. കെ ഈക്വൽ ടു 5 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ. ഇനി ഇവിടെ ഒരു ഹാർമോണിക് ഫോഴ്സ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് 40 ന്യൂട്ടൺ ആൻഡ് ഫ്രീക്വൻസി 4 ഹെർട്സ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാർമോണിക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 40 ന്യൂട്ടൺ ആണ്. അത് നമുക്ക് F0 എന്നാണെന്ന് അറിയാം. അപ്പോൾ അതാണ് അടുത്ത് എഴുതുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഹാർമോണിക് ഫോഴ്സ് F0 ഈക്വൽ ടു 40 ന്യൂട്ടൺ. ഇനി ഹെർട്സിൽ തന്നിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. സോ F ഈക്വൽ ടു 4 ഹെർട്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ നാച്ചുറൽ ഫ്രീക്വൻസി, ദെൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് റെസ്പോൺസ്, അതേപോലെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് റെസൊണൻസ്. അപ്പോൾ ഇത്രയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഒമേഗ കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം ഒമേഗ ഈക്വൽ ടു 2πf, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π × 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 25.12 റേഡിയൻ പെർ സെക്കൻഡ്. നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം, അതായത് ഒമേഗ എൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒമേഗ എൻ ഈക്വൽ ടു √k/m എന്നുള്ളതാണ്. ഇവിടെ കെയും എമ്മും ഗിവൺ ആണ്. അപ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഫസ്റ്റ് വൺ, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം ഒമേഗ എൻ ഈക്വൽ ടു √k/m, ദാറ്റ് ഈസ് ഈക്വൽ ടു √5 × 10⁻³ ഡിവൈഡഡ് ബൈ 5.097, ദാറ്റ് ഈസ് ഈക്വൽ ടു 31.32 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി നെക്സ്റ്റ് വൺ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് റെസ്പോൺസ്, അതായത് ക്യാപിറ്റൽ എക്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയിൽ ക്യാപിറ്റൽ എക്സിൻ്റെ ഇക്വേഷനും മറ്റും ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് നോക്കുക. നമുക്കറിയാം ക്യാപിറ്റൽ എക്സ്, അതായത് ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ എക്സിൻ്റെ ഇക്വേഷനാണ്. അവിടെ എഴുതിയിട്ടുണ്ട് എക്സ് ഈക്വൽ ടു F0/k all divided by √1 - r² plus 2r⁴². അപ്പോൾ ഈ ടൈമിലുള്ള F0 നമുക്ക് ഗിവൺ ആണ്, കെയും ഗിവൺ ആണ്. പക്ഷേ ആറും അതേപോലെ എപ്സിലോണും നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ആദ്യം ആർ കണ്ടുപിടിക്കാം. അതാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. റേഷ്യോ ഓഫ് ഫ്രീക്വൻസി ആർ ഈക്വൽ ടു ω/ωn. തൊട്ട് മുന്നേയുള്ള സ്റ്റെപ്പിൽ ഒമേഗ എന്നും അതിന് മുന്നേയുള്ള സ്റ്റെപ്പിൽ ഒമേഗയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നേരെ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 25.12 ഡിവൈഡഡ് ബൈ 31.32, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.802. അപ്പോൾ ഈ ക്യാപിറ്റൽ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇക്വേഷനിലെ ആറ് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഡാമ്പറിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഡാമ്പിംഗ് റേഷ്യോ, അതായത് എപ്സിലോൺ എന്നുള്ളത് 0 വരും. അതാണ് എഴുതിയിരിക്കുന്നത്. സിൻസ് ദർ ഈസ് നോ ഡാമ്പിംഗ്, എപ്സിലോൺ ഈക്വൽ ടു 0. അപ്പോൾ ഈ എക്സിൻ്റെ ഇക്വേഷനിലെ F0, K, R, എപ്സിലോൺ ഈ 3 വേരിയബിൾസിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടി. ഈ വാല്യൂസ് അതിലേക്ക് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് അടുത്ത് ചെയ്തിരിക്കുന്നത്. ദെയർഫോർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് റെസ്പോൺസ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു F0/k all divided by 1 - r²². ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 5000 all divided by √1 - 0.802² ദാറ്റ് ഈസ് ഈക്വൽ ടു 0.02242 മീറ്റർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അല്ലെങ്കിൽ ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റെസൊണൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നാച്ചുറൽ ഫ്രീക്വൻസിയും ആ സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസി എന്തായിട്ട് വരാം, ഈക്വലായിട്ട് വരാം. അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. സിൻസ് അറ്റ് റെസൊണൻസ് ഒമേഗ ഈക്വൽ ടു ωn, അതായത് സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയും അതേപോലെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ്, ഈക്വലായിട്ട് വരും. ഒമേഗ ഈക്വൽ ടു ωn. അങ്ങനെയാണെങ്കിൽ ആർ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ എക്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു
f0 by k all divided by 1 minus r square all square. That is equal to 40 divided by, അതായത് ഈ ഇക്വേഷൻ വേറെ ഒന്നുമില്ല, ഇതിന് മുന്നേ ചെയ്ത ഇതേ ഇക്വേഷനാണ്. അവിടെ ആറിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ചെയ്യുന്നത്. 40 ഡിവൈഡഡ് ബൈ 5000 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 1 സ്ക്വയർ ഓൾ സ്ക്വയർ ഈക്വൽ ടു എത്ര വരും, ഇൻഫിനിറ്റി വരും. അതായത് if there is no damping present in the system, theoretically the amplitude at resonance become infinite. ഓക്കെ, അതായത് റെസനൻസ് എന്നുള്ള കണ്ടീഷനിൽ എന്തായിരിക്കും ആംപ്ലിറ്റ്യൂഡ്, അത് ഇൻഫിനിറ്റി ആയിരിക്കും. Second problem, a machine having a mass of 100 kg and supported on springs of total stiffness 7.984 into 10 raised to 5 Newton per meter has an unbalanced rotating element which results in disturbing force of 392 Newton at a speed of 3000 rpm. Assuming a damping factor of epsilon equal to 0.2, determine amplitude of motion, transmissibility, transmitted force. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഗിവൺ ഡാറ്റാസ് നമുക്ക് ആദ്യം എഴുതാം. ഒരു മെഷീൻ ഉണ്ട്, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 100 കിലോഗ്രാം. അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്, എം ഈക്വൽ ടു 100 കിലോഗ്രാം. അവിടെ അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്പ്രിങ്സിൻ്റെ ടോട്ടൽ സ്റ്റിഫ്നെസ് വാല്യൂ 7.84 ഇൻറ്റു 10 റേസ് ടു 5 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കെ എഴുതാം, കെ ഈക്വൽ ടു 7.84 ഇൻറ്റു 10 റേസ് ടു 5 ന്യൂട്ടൺ പെർ മീറ്റർ. നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് ഹാസ് എൻ അൺബാലൻസ്ഡ് റൊട്ടേറ്റിംഗ് എലമെൻറ്റ് വിച്ച് റിസൾട്ട്സ് ഇൻ എ ഡിസ്റ്റർബിംഗ് ഫോഴ്സ് ഓഫ്, അതായത് ആ ഒരു പർട്ടിക്കുലർ മെഷീനിൽ ഒരു ഡിസ്റ്റർബിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 392 ന്യൂട്ടൺ. നമുക്കറിയാം എക്സ്റ്റേണൽ ഫോഴ്സിനെ നമ്മൾ F0 എന്നാണ് കാണിക്കുക, എഴുതുക. അപ്പോൾ F0 ഈക്വൽ ടു 392 ന്യൂട്ടൺ അറ്റ് എ സ്പീഡ് ഓഫ് 300 rpm. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ റൊട്ടേറ്റിംഗ് മാസിൻ്റെ അൺബാലൻസ്ഡ് മാസിൻ്റെ RPM തന്നിട്ടുണ്ട്. അത് ക്യാപിറ്റലിൽ നിന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക 3000 rpm. അസ്യൂമിങ് എ ഡാമ്പിംഗ് ഫാക്ടർ ഓഫ് എപ്സിലോൺ ഈക്വൽ ടു 0.2. അപ്പോൾ എപ്സിലോണിൻ്റെ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, അത് 0.2 ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഷൻ, ട്രാൻസ്മിസിബിലിറ്റി ആൻഡ് ട്രാൻസ്മിറ്റഡ് ഫോഴ്സ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആദ്യം കണ്ടെത്തേണ്ടത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഷൻ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഷൻ കാണാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, ദി അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് ഒമേഗ എൻ ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് കെ ബൈ എം. കെയും എമ്മും ഗിവൺ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. That is equal to root of 7.84 into 10 raised to 5 divided by 100. That is equal to 88.544 radian per second. നെക്സ്റ്റ് ഇവിടെ നമുക്ക് RPM തന്നിട്ടുണ്ട്, നമുക്കപ്പോൾ ഒമേഗ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് നെക്സ്റ്റ് ചെയ്യണത്. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് ദി മെഷീൻ ഒമേഗ ഈക്വൽ ടു 2πn ഡിവൈഡഡ് ബൈ 60. That is equal to 2π into 3000 divided by 60. That is equal to 314.16 radian per second. അപ്പോൾ എന്തിനാണ് ഒമേഗയും ഒമേഗ എന്നും ഫൈൻഡ് ഔട്ട് ചെയ്തത്, വേറെ ഒന്നുമല്ല, റേഷ്യോ ഓഫ് ഫ്രീക്വൻസി, അതായത് R ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ദാറ്റ് ഈസ് R ഈക്വൽ ടു ഒമേഗ ബൈ ഒമേഗ എൻ. അപ്പോൾ ഒമേഗയും ഒമേഗ എന്നും തൊട്ട് മുന്നേയുള്ള സ്റ്റെപ്പുകളിൽ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 314.16 ഡിവൈഡഡ് ബൈ 88.544. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.548. നമുക്കറിയാം ക്യാപിറ്റൽ എക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അറിയാം, അതിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ് ക്യാപിറ്റൽ എക്സിൻ്റെ ഇക്വേഷൻ? ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു F0 ബൈ കെ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് R സ്ക്വയർ ഓൾ സ്ക്വയർ പ്ലസ് 2R എപ്സിലോൺ സ്ക്വയർ. ആ ഒരു ടേമിലേക്ക്, ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ അതായത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ഇക്വേഷൻ അവിടെ എഴുതിയിട്ടില്ല, അതൊന്ന് നോക്കുക. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവത്തില്ല. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു 392 ഡിവൈഡഡ് ബൈ 7.84 ഇൻറ്റു 10 റേസ് ടു 5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3.548 സ്ക്വയർ ഓൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3.548 ഇൻറ്റു 0.2 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.283 ഇൻറ്റു 10 റേസ് ടു മൈനസ് 5 മീറ്റർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ട്രാൻസ്മിസിബിലിറ്റി. എന്താണ് ട്രാൻസ്മിസിബിലിറ്റി എന്നുള്ളത് ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അത് വേറൊന്നുമില്ല, ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി ഡിവൈസ്. അപ്പോൾ അതാണ് നമുക്കറിയാം ട്രാൻസ്മിസിബിലിറ്റി TR എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫോഴ്സ് ട്രാൻസ്മിസിബിലിറ്റി TR ഈക്വൽ ടു FT ഡിവൈഡഡ് ബൈ F0. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ നമുക്കറിയാം, റൂട്ട് ഓഫ് 1 പ്ലസ് 2R എപ്സിലോൺ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് R സ്ക്വയർ ഓൾ സ്ക്വയർ പ്ലസ് 2R എപ്സിലോൺ സ്ക്വയർ. നമുക്ക് ആറും എപ്സിലോണും
അറിയാവുന്നതാണ്, അതെല്ലാം അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ടി ആറിൻ്റെ വാല്യൂ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഞാൻ പറയുന്നില്ല, ആ വാല്യൂസ് ജസ്റ്റ് ആറും എപ്സിലോണും എന്ത് ചെയ്തു, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആറ് നമ്മൾ ഇതിന് മുന്നേ ഉള്ള സ്റ്റെപ്പിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എപ്സിലോൺ ഗിവൺ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ടി ആറിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.1487 എന്നുള്ള വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് കണ്ടെത്തേണ്ടത് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് എന്നുള്ളതാണ്. നമുക്കറിയാം ഫോഴ്സ് ട്രാൻസ്മിറ്റഡ്, അതായത് ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞു ട്രാൻസ്മിസിബിലിറ്റി ടി ആർ ഈക്വൽ ടു എന്താണ്, എഫ് ടി ഡിവൈഡഡ് ബൈ എഫ് സീറോ. അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എഫ് ടി ആണ്. എഫ് ടി എങ്ങനെ എഴുതാം, ആ ഇക്വേഷനിൽ നിന്നും എഫ് ടി ഈക്വൽ ടു ടി ആർ ഇൻറ്റു എഫ് സീറോ എന്ന് എഴുതാം. നമ്മൾ തൊട്ട് മുന്നേ ഉള്ള സ്റ്റെപ്പിൽ ടി ആർ, അതായത് ട്രാൻസ്മിസിബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തു. എഫ് സീറോ നമുക്ക് പ്രോബ്ലത്തിൽ 392 എന്നുള്ളത് ഗിവൺ ആണ്, ഡയറക്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് എഫ് ടി ഈക്വൽ ടു ടി ആർ ഇൻറ്റു എഫ് സീറോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1487 ഇൻറ്റു 392, ദാറ്റ് ഈസ് ഈക്വൽ ടു 58.2904 ന്യൂട്ടൺ. Third problem. A vibrating system having mass 1 kilogram is suspended by a spring of stiffness 1000 Newton per meter and it is put to harmonic excitation of 10 Newton. Assuming viscous damping, determine resonant frequency, phase angle at resonance, the amplitude at resonance, damped frequency. Take C equal to 40 Newton second per meter. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിലെ ഗിവൺ ഡാറ്റാസ് നമുക്ക് ആദ്യം എഴുതാം. ഇവിടെ മാസ് തന്നിട്ടുണ്ട് 1 കിലോഗ്രാം, ദറ്റ് ഈസ് എം ഈക്വൽ ടു 1 കിലോഗ്രാം. സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് വാല്യൂ കെ ഈക്വൽ ടു 1000 ന്യൂട്ടൺ പെർ മീറ്റർ. പിന്നെ ഹാർമോണിക് എക്സൈറ്റേഷൻ 10 ന്യൂട്ടൺ, അതായത് എഫ് സീറോ ഈക്വൽ ടു 10 ന്യൂട്ടൺ. എക്സ്റ്റേണൽ ഫോഴ്സിന് നമ്മൾ എഫ് സീറോ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. എഫ് സീറോ ഈക്വൽ ടു 10 ന്യൂട്ടൺ. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും അവസാനമായിട്ട് ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് വാല്യൂ സി തന്നിട്ടുണ്ട്. സി ഈക്വൽ ടു 40 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റെസൊണൻറ്റ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ അതാദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം. അറ്റ് റെസൊണൻസ് ദി എക്സൈറ്റേഷൻ ഫ്രീക്വൻസി ആൻഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം ആർ ദി സെയിം. നമുക്കറിയാം എക്സൈറ്റേഷൻ ഫ്രീക്വൻസിയും, അതായത് എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ്റെ ഫ്രീക്വൻസിയും പിന്നെ സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയും റെസൊണൻറ്റ് കണ്ടീഷനിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ഒമേഗ ഈക്വൽ ടു ഒമേഗ എൻ എന്ന് എഴുതാം. അതായത് ഒമേഗ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ്റെ ഫ്രീക്വൻസി, അതേസമയത്ത് ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ ഒമേഗ ഈക്വൽ ടു ഒമേഗ എൻ ഈക്വൽ ടു എന്ന് എഴുതാം റൂട്ട് ഓഫ് കെ ബൈ എം, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1000 ഡിവൈഡഡ് ബൈ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 31.62 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ സാധാരണ ഒമേഗ എൻ ആണ് റൂട്ട് ഓഫ് കെ ബൈ എം ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. റെസൊണൻറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട്, റെസൊണൻസ് കണ്ടീഷൻ ആയതുകൊണ്ട് ഒമേഗയും ഒമേഗ എന്നിനും നമുക്ക് എന്ത് ചെയ്യാം, ഒരേ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. നെക്സ്റ്റ് ഫേസ് ആംഗിളാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതിന് മുന്നേ ഉള്ള പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഡെറിവേഷനിൽ, അതായത് ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഡെറിവേഷനിൽ 5 ആണ് ഫേസ് ആംഗിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 ആണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സിൻസ് അറ്റ് റെസൊണൻസ് എക്സൈറ്റേഷൻ ഫ്രീക്വൻസി ആൻഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം ആർ ദി സെയിം, റേഷ്യോ ഓഫ് ഫ്രീക്വൻസി നമുക്കറിയാം റെസൊണൻസ് കണ്ടീഷൻ ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒമേഗയും ഒമേഗ എന്നും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ റേഷ്യോ ഫ്രീക്വൻസി ആർ ഈക്വൽ ടു എന്തായിരിക്കും, ഒമേഗ ബൈ ഒമേഗ എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം ഒമേഗയും ഒമേഗ എൻ എന്താണ്, സെയിം ആണ്. നമുക്കറിയാം ഫേസ് ആംഗിൾ 5 ആണ്. അതിൻ്റെ ഇക്വേഷൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോക്കുക. 5 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2r എപ്സിലോൺ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 epsilon divided by 1 minus 1 square, that is equal to tan inverse infinity. ഓക്കെ, ഈ രീതിയിൽ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്നാണ് എന്ത് വരാം, 5 വരാം. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രിയാണ് ഇവിടുത്തെ ഫേസ് ആംഗിൾ. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആംപ്ലിറ്റ്യൂഡ് അറ്റ് റെസൊണൻസ്, അതായത് ക്യാപിറ്റൽ എക്സ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ക്യാപിറ്റൽ എക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എഫ് സീറോ ബൈ കെ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയർ ഓൾ സ്ക്വയർ പ്ലസ് 2r എപ്സിലോൺ സ്ക്വയർ. ഇനി ഇവിടെ ആറിൻ്റെ വാല്യൂ നമുക്ക് 1 ആണെന്നറിയാം, അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാണ്. സിൻസ് അറ്റ് റെസൊണൻസ് ആർ ഈക്വൽ ടു 1, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ അറ്റ് റെസൊണൻസ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എഫ് സീറോ ബൈ കെ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 1 സ്ക്വയർ ഓൾ സ്ക്വയർ പ്ലസ് 2 എപ്സിലോൺ സ്ക്വയർ. ആ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് എഫ് സീറോ ബൈ 2k എപ്സിലോൺ. ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ എഫ് സീറോയും കെയും ഗിവൺ ആണ്. അപ്പോൾ എപ്സിലോൺ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്സിലോൺ നമുക്കറിയാം ഡാമ്പിംഗ് ഫാക്ടറാണ്,
അതാണ് അടുത്ത് ചെയ്യുന്നത്. ഡാമ്പിംഗ് ഫാക്ടർ എപ്സിലോൺ ഈക്വൽ ടു സി ബൈ സി സി, ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ 2m ഒമേഗ എൻ. എമ്മും ഒമേഗ എന്നും നമുക്കറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ഇൻറ്റു 31.62, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6325. അപ്പോൾ എപ്സിലോൺ ആയി, കെ ആയി, F0 ആയി. ഇതെല്ലാം എക്സിലേക്ക് എന്ത് ചെയ്യുക, ക്യാപിറ്റൽ എക്സിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് അടുത്ത് ചെയ്യുന്നത്. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു F0 ബൈ 2k എപ്സിലോൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 divided by 2 into 1000 into 0.6325, that is equal to 7.905 into 10 raised to minus 3 meter. അപ്പോൾ ഈ രീതിയിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ അറ്റ് റെസൊണൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. നെക്സ്റ്റ് വൺ, ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി. ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുക ഒമേഗ ഡി എന്നാണ്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഇതിന് മുന്നേയുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ നോക്കുക. ഒമേഗ ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ ഇൻറ്റു ഒമേഗ എൻ. എപ്സിലോണും ഒമേഗ എന്നും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 0.6325 സ്ക്വയർ ഇൻറ്റു 31.62, ദാറ്റ് ഈസ് ഈക്വൽ ടു 24.5 റേഡിയൻ പെർ സെക്കൻഡ്. നെക്സ്റ്റ് പ്രോബ്ലം. A weight attached to a spring of stiffness 525 Newton per meter has a viscous damping device. When the weight is displaced and released, the period of vibration is found to be 1.8 second and the ratio of consecutive amplitudes is 4.2 to 1. Determine the amplitude and phase when a force F equal to 2 cos 3t Newton acts on the system. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റാസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നിരിക്കുന്ന സൊല്യൂഷനിലേക്ക് പോകാം. സൊല്യൂഷനിൽ ആദ്യം ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഡെൽറ്റ ഈക്വൽ ടു ln x0 ബൈ x1 നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് വേറൊന്നുമില്ല, റേഷ്യോ ഓഫ് കോൺസിക്യൂട്ടീവ് ആംപ്ലിറ്റ്യൂഡ് ഈസ് 4.2 to 1 എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺസിക്യൂട്ടീവ് ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 4.2 to 1 ആണ്. നമുക്കറിയാം ലോഗരിതമിക് ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആംപ്ലിറ്റ്യൂഡുകളുടെ റേഷ്യോയുടെ നാച്ചുറൽ ലോഗിനെയാണ് ലോഗരിതമിക് ഡിക്രിമെൻറ്റ്. അപ്പോൾ ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഡെൽറ്റ ഈക്വൽ ടു ln x0 ബൈ x1 എന്നുള്ള ഇക്വേഷനിൽ x0 ബൈ x1 ആണ് ഈ പറയുന്ന 4.2 ഡിവൈഡഡ് ടു 1 എന്നുള്ളത്. അതായത് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ln ഈക്വൽ ഡെൽറ്റ ഈക്വൽ ടു ln x0 ബൈ x1 ഈക്വൽ ടു ln 4.2 ഡിവൈഡഡ് ബൈ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.435. അപ്പോൾ ആ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് എപ്സിലോൺ കണ്ടുപിടിക്കുകയാണ്, ഡാമ്പിംഗ് ഫാക്ടർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2π സ്ക്വയർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.435 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2π സ്ക്വയർ പ്ലസ് 1.435 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2226. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് എപ്സിലോണും ഡെൽറ്റയും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്, ടൈം പീരീഡ് ഓഫ് ഡാംഡ് ഓസിലേഷൻ. നമുക്കറിയാം ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ വിസ്കസ് ഡാമ്പിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു ഡാംഡ് വൈബ്രേഷൻ പ്രോബ്ലമാണ്. ഇവിടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ടൈം പീരീഡ് ഓഫ് ഡാംഡ് ഓസിലേഷൻ ടോ ഡി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സാധാരണ ഫ്രീ വൈബ്രേഷനിൽ ടി എന്നാണ് ടൈം പീരീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിലും ഡാംഡ് വൈബ്രേഷൻ ആണെങ്കിൽ ടോ ഡി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടൈം പീരീഡ് ഓഫ് ഡാംഡ് ഓസിലേഷൻ ഈസ് ഗിവൺ ആസ് ടോ ഡി ഈക്വൽ ടു 1.8 സെക്കൻഡ്. ടോ ഡി ഈക്വൽ ടു നമുക്കറിയാം 2π ബൈ ഒമേഗ ഡി. ടോ ഡി ഈക്വൽ ടു 2π ബൈ ഒമേഗ ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.8 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒമേഗ ഡി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് അടുത്ത് ചെയ്യുന്നത്. ദെർഫോർ ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ ഡി ഈക്വൽ ടു 2π ബൈ 1.8, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.49 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ഈ രീതിയിൽ ഒമേഗ ഡി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒമേഗ ഡിക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഒമേഗ ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ ഒമേഗ എൻ, ദാറ്റ് ഈസ് ഒമേഗ എൻ ഈക്വൽ ടു ഒമേഗ ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ. ഒമേഗ ഡിയും എപ്സിലോണും നമുക്കറിയാം, ആ വാല്യൂസ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.49 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 0.2226 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.58 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ഈ രീതിയിൽ ഒമേഗ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേറൊന്നുമില്ല, സിൻസ് അപ്ലൈഡ് ഫോഴ്സീസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്ലൈഡ് ഫോഴ്സ്
ഒരു മാഗ്നിറ്റ്യൂഡായിട്ട് തന്നിട്ടില്ല, അതൊരു ഇക്വേഷനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എഫ് ഈക്വൽ ടു 2 cos 3t. നമുക്കറിയാം ഈ ഒരു ഇക്വേഷനെ കമ്പയർ ചെയ്യണമെങ്കിൽ F0 എന്നുള്ളത് 2 ന്യൂട്ടണും അതേപോലെ ഒമേഗ എന്ന് പറഞ്ഞാൽ 3 റേഡിയൻ പെർ സെക്കൻഡുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സിൻസ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് F ഈക്വൽ ടു 2 cos 3t ന്യൂട്ടൺ, ദെൻ F0 ഈക്വൽ എത്രയാണ്? 2 ന്യൂട്ടൺ, ഒമേഗ ഈക്വൽ ടു 3 റേഡിയൻ പെർ സെക്കൻഡ്. നമുക്ക് ഇതിന് മുന്നേ ഈ ഒരു ഡാറ്റയിൽ നിന്ന് ഒമേഗ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എഴുതുകയാണ് R ഈക്വൽ ടു ഒമേഗ ബൈ ഒമേഗ എൻ. അവിടെ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് എഴുതിയാണ്, അത് തെറ്റാണ്. ആംപ്ലിറ്റ്യൂഡിൻ്റെ അല്ല, ഫ്രീക്വൻസിയുടെ റേഷ്യോ ആണ് R എന്ന് പറഞ്ഞാൽ. R ഈക്വൽ ടു ഒമേഗ ബൈ ഒമേഗ എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/3.58, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.838. അപ്പോൾ ഈ രീതിയിൽ R നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി therefore ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ക്യാപിറ്റൽ X ഈക്വൽ ടു F0/K ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - R² ഓൾ സ്ക്വയർ പ്ലസ് 2R എപ്സിലോൺ സ്ക്വയർ. നമുക്ക് ഈ വാല്യൂസ് എല്ലാം അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം എല്ലാ വാല്യൂസും നമുക്ക് ഒന്നുകിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾക്ക് തന്നിട്ടുണ്ട്. ആ വാല്യൂസ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എക്സിൻ്റെ വാല്യൂ കിട്ടുന്നതാണ് 7.98 × 10⁻³ മീറ്റർ എന്നുള്ള വാല്യൂ. ഇനി ഫേസ് ആംഗിൾ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ഡാറ്റ, ഫേസ് ആംഗിൾ φ ഈക്വൽ ടു tan ഇൻവേഴ്സ് 2R എപ്സിലോൺ ഡിവൈഡഡ് ബൈ 1 - R². ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 2 × 0.838 × 0.2226 ഡിവൈഡഡ് ബൈ 1 - 838². ദാറ്റ് ഈസ് ഈക്വൽ ടു 51.41 ഡിഗ്രി. Next problem, a 20 kg recording device is mounted on an isolator. Deflection of the isolator is 50 mm. An unbalanced force of 20 Newton is produced when the recording device is operated at 20 radian per second and the amplitude of vibrating system is 2 mm. Determine the damping factor of the system. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്നും 20 കിലോഗ്രാം മാസ് എം തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിഫ്ലക്ഷൻ ഡെൽറ്റയും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, 50 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അൺബാലൻസ്ഡ് ഫോഴ്സ്, അതായത് F0, അത് 20 ന്യൂട്ടൺ സെക്കൻഡ് സെൻറ്റൻസിൽ കാണാം. അതേപോലെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, 20 റേഡിയൻ പെർ സെക്കൻഡ് എന്നുള്ളത് തന്നിട്ടുണ്ട്, അതായത് ഒമേഗയും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ നിന്നും മാസ് എമ്മും ഡിഫ്ലക്ഷൻ ഡെൽറ്റയും നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ സെക്കൻഡ് സെൻറ്റൻസിൽ നിന്നും അപ്ലൈഡ് ഫോഴ്സ്, അതായത് F0 20 ന്യൂട്ടൺ എന്നുള്ളതും അതേപോലെ ഒമേഗ 20 റേഡിയൻ പെർ സെക്കൻഡ് എന്നുള്ളത് എഴുതാം. അതേപോലെ അവിടെ എഴുതിയിട്ടുണ്ട് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വൈബ്രേറ്റിംഗ് സിസ്റ്റം ഈസ് 2 mm. ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ X 2 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡാമ്പിംഗ് ഫാക്ടർ, അതായത് എപ്സിലോൺ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ദി അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ n ഈക്വൽ ടു റൂട്ട് ഓഫ് K/m. കെയും ദാറ്റ് ഈസ് ഈക്വൽ ടു കെ തന്നിട്ടില്ല. അതേപോലെ അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഒമേഗ n ഫൈൻഡ് ഔട്ട് ചെയ്യാം. റൂട്ട് ഓഫ് G/ഡെൽറ്റ വാല്യൂസ് നമുക്ക് നേരിട്ട് അറിയാം, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9.81 ഡിവൈഡഡ് ബൈ 0.05, ദാറ്റ് ഈസ് ഈക്വൽ ടു 14 റേഡിയൻ പെർ സെക്കൻഡ്. ഇനി ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഒമേഗ, അത് സെക്കൻഡ് സെൻറ്റൻസിൽ തന്നിട്ടുണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഒമേഗ ഈക്വൽ ടു 20 റേഡിയൻ പെർ സെക്കൻഡ്. നമുക്കറിയാം ഫ്രീക്വൻസി റേഷ്യോ R ഈക്വൽ ടു ഒമേഗ ബൈ ഒമേഗ n ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 14, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.428. നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ എക്സിൻ്റെ ഇക്വേഷൻ X ഈക്വൽ ടു F0/K ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - R² ഓൾ സ്ക്വയർ പ്ലസ് 2R എപ്സിലോൺ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ആ ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടും F0, നമുക്കിവിടെ കെയുടെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. F0 ഡിവൈഡഡ് ബൈ m ഒമേഗ n സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - R² ഓൾ സ്ക്വയർ പ്ലസ് 2R എപ്സിലോൺ സ്ക്വയർ. നമുക്കിതിലേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് തേർഡ് സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് എപ്സിലോണിൻ്റെ വാല്യൂ 0.82 എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനിടയിലുള്ള 2 സ്റ്റെപ്പുകൾ ഞാൻ ഒഴിവാക്കി, വേറൊന്നുമില്ല. അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ലെഫ്റ്റ് സൈഡിൽ എക്സും റൈറ്റ് സൈഡിൽ എപ്സിലോൺ ഒഴികെ ബാക്കി എല്ലാ ഡാറ്റയും നമുക്കറിയാം. അതിലേക്ക് വാല്യൂസ് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്നിട്ട് ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് എപ്സിലോണിൻ്റെ വാല്യൂ 0.82 എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്